പ്രമുഖരായിട്ടുള്ള ചില വാതുവെപ്പ് സംഘങ്ങളെയാണ് അല്ലെങ്കിൽ അത്തരം സൈറ്റുകളുടെ ഫലമാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. ഡ്രാഫ്റ്റിംഗ് അല്ലേ? പ്രധാനപ്പെട്ട ഡ്രാഫ്റ്റിംഗ് എങ്ങനെയാണ് പ്രെഡിക്റ്റ് ചെയ്ത് ഇവരുടെ പ്രഡിക്ഷൻ ഏകദേശം ശരിയാവാറുണ്ടോ? ഉണ്ടാകാം. അപ്പോൾ ഡ്രാഫ്റ്റിംഗിന്റെ പ്രഡിക്ഷൻ പ്രിയപ്പെട്ട പ്രേക്ഷകരെ കാണുന്നു. അർജന്റീനയ്ക്ക് എത്ര ശതമാനം, സ്പെയിൻ എത്ര ശതമാനം? മുൻതൂക്കമുള്ളത് 160 പ്ലസ് പോയിന്റുമായി സ്പെയിൻ മുന്നിൽ. അർജന്റീനയ്ക്ക് 125 പ്ലസ് മാത്രമാണ് ഡ്രാഫ്റ്റിംഗിന്റെ റീഡിംഗിൽ. തലച്ചോറിന്റെ ആദ്യത്തെ കളിയിൽ സ്പെയിൻ ജയിച്ചു. പ്രേക്ഷകരെ ആദ്യത്തെ പ്രഡിക്ഷൻ നോക്കൂ. ഡ്രാഫ്റ്റിംഗിന്റെ പ്രഡിക്ഷൻ വന്നു കഴിഞ്ഞിരിക്കുന്നു. അർജന്റീന 125 പ്ലസ് ആണെങ്കിൽ സ്പെയിൻ 160 പ്ലസ്. 160 പറഞ്ഞപ്പോ ഇത്തിരി കുറഞ്ഞത്. 120. അപ്പോൾ സ്പെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നു. അപ്പോൾ ഇതുവരെ നേരായ കളിയിൽ മാത്രമേ ഉള്ളൂ. ഇതുവരെ പറഞ്ഞു അതെ തലച്ചോറ് കൊണ്ട് എന്തൊക്കെയായിരുന്നല്ലോ പറഞ്ഞത്. അപ്പോൾ രണ്ടാമത്തേത്, അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഏജൻസിയുടെ പ്രഡിക്ഷൻ പ്രേക്ഷകർ കണ്ടു കഴിഞ്ഞു. വൈ സ്പെയിൻ എന്ന ചോദ്യത്തിന് ഉത്തരമാണ്. രണ്ടാമത്തെ ഏജൻസി അതൊരു വാതുവെപ്പ് സംഘം. കണ്ടത് മറ്റേ കവടി നിർത്തി പറയുന്നത്. ശ്രദ്ധിക്കൂ, അർജന്റീന 255 പ്ലസ് ആണ് അവിടെ മണി ലൈൻ പറയുന്നത്. മറുഭാഗത്ത് സ്പെയിൻ അല്ല, അത് മണി ലൈനാണ്. പൈസ മണി ലൈൻ പേരിൽ തന്നെ ഉണ്ട്. മണി ലൈൻ വളരെ ആധികാരികമായി കളിക്കളത്തിലെ നീക്കങ്ങളെ കുറിച്ച്, പൊസിഷനെ കുറിച്ച്, സ്ട്രെങ്ത് വീക്ക്നെസ് വിലയിരുത്തി പ്രൊഡിക്ട് ചെയ്യുന്ന അടുത്ത ഏജൻസി നമ്മൾ പരിചയപ്പെടുന്നു. നമുക്കറിയാവുന്നതാണ്. നോക്കൂ, സ്പെയിൻ 60%. അർജന്റീന 40%. കൃത്യമായി സ്പെയിൻ ആയിട്ടുള്ള എഡ്ജ് അവിടെ അഡ്വാൻറ്റേജ് വരുന്നു. 60%. ഇതെല്ലാം പോട്ടെ. നിങ്ങള് ESPN അംഗീകരിക്കുമല്ലോ. അതായത് നമ്മൾ എങ്ങനെയാണോ BBC കുറിച്ചോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ റോയിട്ടേഴ്സിനെ കുറിച്ചോ ഒക്കെ പറയുന്നത്, അതേപോലെ ESPN സ്പോർട്സിന്റെ വിശകലനത്തിൽ അങ്ങനെ പാളിച്ചകൾ വളരെ ട്രസ്റ്റഡ് ഏജൻസിയാണല്ലോ. ശരി, ESPN പറയുന്നത് കൂടി നമുക്കൊന്ന് നോക്കാം. ESPN പ്രഡിക്റ്റ് ചെയ്യുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ നോക്കൂ, ഏറ്റവും നിർണായകമായ പ്രഡിക്ഷൻ. ESPN പറയുന്നത് ഒരു ഗോൾ കണക്കാണ്. അത് അവരുടെ പാനലിസ്റ്റുകൾ, പ്രധാനപ്പെട്ട 3-4 പാനലിസ്റ്റുകളുണ്ട്. അവർ കണക്കാക്കിയിട്ടുള്ള ഒരു ഗോൾ സ്കോറിംഗ് നിലയാണ് ഈ ഫൈനലിൽ പറയാൻ പോകുന്നത്. അതിൽ സ്പെയിന് കൃത്യമായിട്ടൊരു മുൻതൂക്കം പറയുന്നു. സ്പെയിൻ ഒന്നുകിൽ 2 ഗോൾ അല്ലെങ്കിൽ 3 ഗോൾ അടിക്കും. മറുഭാഗത്ത് അർജന്റീന 1 ഗോളെ നേടാൻ സാധിക്കും. സ്പെയിൻ 2, അർജന്റീന 1, അല്ലെങ്കിൽ സ്പെയിൻ 3, അർജന്റീന 1. ഇതാണ് ESPN പ്രഡിക്ഷൻ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇതാണ് ESPN പ്രഡിക്ഷൻ. അടുത്തത് ഇംഗ്ലണ്ടിനോട് മത്സരിച്ചപ്പോൾ ഇംഗ്ലണ്ട് ജയിക്കുന്നൊക്കെയായിരുന്നു പ്രഡിക്ഷൻ. മധു, ESPN, കൽഷി, ഡ്രാഫ്റ്റിംഗ്. അടുത്തത് അടുത്ത ഏജൻസി ചെറിയ സംശയം, ഇത് വല്ല എക്സിപ്പോളോ അല്ലെങ്കിൽ വല്ല കുറിയോ നറുക്കെടുപ്പോ മറ്റോ കളിക്കണ്ടേ? അതെ, ശരിയാ. സ്പെയിൻ അനുകൂലമായിട്ടാണ്. 61% ആണ്. അല്ല, ഇത് നമ്മൾ പ്രധാനപ്പെട്ട ഇതാണ്. വാർത്തകൾ സോഴ്സ് ഒക്കെ ഇത്രയും വരുന്ന ഒരു ഏജൻസിയാണ്. ഇനി ആര് പ്രവചിച്ചാലും കളത്തിൽ വരണം. അത് അർജന്റീന 39% മാത്രം. 39% മാത്രം. ഇനി ന്യൂയോർക്ക് ടൈംസ്. പ്രിയപ്പെട്ട പ്രേക്ഷകർ, ന്യൂയോർക്ക് ടൈംസ് ആണ്. അവിടെ ഡൊണാൾഡ് ട്രംപ് കളിക്കുന്നുണ്ടെന്നൊക്കെ നമുക്കറിയാം. പക്ഷെ എന്നാൽ പോലും ന്യൂയോർക്ക് ടൈംസ് എന്ന് പറയുന്ന പത്രം ഇപ്പോഴും വിശ്വാസം നിലനിർത്തുന്ന പത്രമാണ്. ന്യൂയോർക്ക് ടൈംസ് എത്ര പറയുന്ന മധു? 59%, അർജന്റീന 49%. 49% മുകളിലായി. സ്പെയിൻ 59%, അർജന്റീന 41% പറയുന്നത് മറ്റാരുമല്ല, ന്യൂയോർക്ക് ടൈംസ്.
ഇനി മാധ്യമങ്ങളൊക്കെ മാറ്റി നിർത്താം, നമുക്ക് വാതുവെപ്പ് സൈറ്റുകളെ മാറ്റി നിർത്താം. കമ്പ്യൂട്ടറുകൾ നിശ്ചയിക്കുന്ന അത് സുപ്രധാനമായിട്ടുള്ള ഒരു കമ്പ്യൂട്ടർ, സൂപ്പർ കമ്പ്യൂട്ടറാണ് ഒപ്റ്റ കമ്പ്യൂട്ടർ. ഈ ലോകകപ്പിലെ എല്ലാ മത്സരങ്ങളും അവർ പ്രവചിച്ചിട്ടുണ്ടായിരുന്നു. അത് correct ആയിരുന്നോ? ഏറെക്കുറെ കറക്റ്റ് ആയിരുന്നു. ഏറെക്കുറെ correct ആയിരുന്നു. ഏറെക്കുറെ correct ആയിരുന്നു. അതല്ല, അവരാണ് ഈ ഒക്കെയാണ് അവരുടെ സ്റ്റാറ്റ്സും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് എപ്പോഴും പറയാറുള്ളത്. അതായത് അവരുടെ എക്സലൊക്കെ നോക്കിയാൽ അറിയാം, നമുക്ക് ഓരോ മത്സരത്തിന് അപ്ഡേറ്റ് അത്ര വേഗത്തിൽ അവർ അതിന്റെ കൃത്യതയോട് കൂടി പറയുന്ന ഒരു ടീം കൂടിയാണ് ഓക്കെ എന്ന് പറയുന്നത്. അപ്പൊ ഒറ്റ സൂപ്പർ കമ്പ്യൂട്ടർ, ഏറ്റവും കൂടുതൽ പ്രിസിഷനോട് കൂടി പ്രിഡിക്ട് ചെയ്യുന്ന കമ്പ്യൂട്ടർ. സ്പെയിൻ എത്രയാ പ്രിഡിക്ട് ചെയ്തേക്കുന്നത് അറിയാമോ? 45% മാധു, 45%. അതേസമയം അർജന്റീനയ്ക്ക് എത്രയാണ്? ഒരു കമ്പ്യൂട്ടറിന് പോലും, ഒരു സൂപ്പർ കമ്പ്യൂട്ടറിന് പോലും അർജന്റീനയ്ക്ക് പരമാവധി കൊടുക്കാൻ പറ്റിയിരിക്കുന്നത് 29%. 29%. മൂന്നിലൊന്ന് സാധ്യത. ഇനി എക്സ്ട്രാ ടൈമിലേക്ക് എത്തുകയാണെങ്കിലോ? അല്ല, എക്സ്ട്രാ ടൈമിലേക്ക് മത്സരം നീങ്ങും. 26% സാധ്യത എക്സ്ട്രാ ടൈമിലേക്ക്. പക്ഷേ വിജയം 29%, സ്പെയിന് 45%. അപ്പോഴും സൂപ്പർ കമ്പ്യൂട്ടർ ഒന്നും ഈ പറയുന്ന പോലെ സ്പെയിനിന്റെ വിജയം പ്രവചിക്കുന്നില്ല. 50 പോകണം, 45% പോകണം. അത് മെസ്സി സാധ്യമാക്കിയ ചരിത്രമാണ് ഉള്ളത്. അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾ കോപ്പ അമേരിക്കയിലും അങ്ങനെയായിരുന്നു. കഴിഞ്ഞ ശേഷം വേൾഡ് കപ്പ്. അപ്പോൾ 2010 ശേഷം ഫൈനൽ കളിക്കുന്ന ടീമിനെയും ഇപ്പോഴത്തെ ടീമിനെയും കൂടി നമുക്കൊന്ന് കമ്പയർ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ആ കമ്പാരിസൺ ഉണ്ടാകുമ്പോഴേ പ്രിയപ്പെട്ട പ്രേക്ഷകരെ സ്പെയിൻ എവിടെ നിൽക്കുന്നു എന്നത് നമുക്കറിയൂ. 2010 പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടല്ലോ, അന്ന് അണ്ടർ റേറ്റഡ് ആയി സ്പെയിനെ കരുതിയിരുന്നതാണ്. പക്ഷേ സ്പെയിൻ അന്ന് ഫൈനൽ കളിക്കുമ്പോൾ, അന്ന് എനിക്കൊന്ന് നെതർലൻഡ്സിനെതിരെയായിരുന്നു, ഒറ്റ ഗോളിലാണ് ഗോൾഡൻ ഗോൾ വരുന്നു. ആ സ്പെയിൻ എങ്ങനെയാണ് ഇപ്പോഴത്തെ സ്പെയിനുമായിട്ട് നമുക്കൊരു താരതമ്യം കൂടി പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമുക്കൊന്ന് നോക്കാം. സ്ക്രീൻ നമുക്ക് വരും. അതെ, അന്ന് നേടിയ ഗോൾ എത്രയായിരുന്നു, വഴങ്ങിയ ഗോൾ എത്രയായിരുന്നു തുടങ്ങിയ കണക്കുകളിലേക്കാണ് നമുക്ക് ഇനി അടുത്തതായിട്ട് വരേണ്ടത്. അതിനു മുമ്പ് നമുക്കൊരു കുഞ്ഞിടവേളയുടെ ആവശ്യമുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇനി മത്സരത്തിൽ വളരെ കുറച്ച് നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ നമ്മൾ ടു സം അപ്പ്, ഇതുവരെയുള്ള മുഴുവൻ കണക്കുകളും, എല്ലാ പ്രഡിക്ഷൻസും, മണി ലൈൻ ഒഴിച്ച് ബാക്കി എല്ലാ ESPN ആവട്ടെ, ന്യൂയോർക്ക് ടൈംസ് ആവട്ടെ, അത്ലറ്റിക് ആവട്ടെ, പിന്നെ ഒരെണ്ണുണ്ടായിരുന്നല്ലോ സൂപ്പർ കമ്പ്യൂട്ടർ ആവട്ടെ, സൂപ്പർ കമ്പ്യൂട്ടർ ആവട്ടെ, ഇതെല്ലാം പ്രിഡിക്ട് ചെയ്തിരിക്കുന്നത് സ്പെയിനിന്റെ വിജയമാണ്. കാരണം എക്സിപ്പോൾ എന്നതുപോലെ സ്പെയിനിന്റെ പ്രഡിക്ഷൻ ആണ്. അപ്പോൾ സ്പെയിനാണ് സാധ്യത കൂടുതൽ എന്ന് എല്ലാ പ്രധാനപ്പെട്ട ബെറ്റിംഗ് ഏജൻസികളും മാധ്യമങ്ങളും ഏജൻസികളും പറയുന്നു. സ്പെയിനാണ്. അതിനിടയ്ക്ക് ഒരു ദുർമന്ത്രവാദിയോ മറ്റോ പക്ഷെ അത് മാത്രമല്ല, പിന്നെ ഒരു മറ്റേ ഇതൊരു മന്ത്രവാദിയൊന്നുമല്ല, ഇതൊരു കൗതുകരമായ ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നില്ലേ? എല്ലാവരും മറ്റേ കൂടോത്രം ചെയ്യണം എന്ന ഒരു മിനിറ്റ്. ആ കൗതുകമുള്ള പോസ്റ്റ് ഇങ്ങനെയാണ്. ഒരു ബ്രസീൽ ആരാധകനാണ്. ചെർണോബിൽ ആണവ ദുരന്തം പോലെ, ഭോപ്പാൽ വാതക ദുരന്തം പോലെ ചുരുങ്ങിയത് 25 കൊല്ലമെങ്കിലും അതിന്റെ പ്രത്യാഘാതങ്ങൾ നമ്മൾ സഹിക്കേണ്ടി വരുന്ന ദുരന്തമാണ് അർജന്റീന ഒരു തവണ കൂടി കപ്പടിച്ചാൽ ഉണ്ടാവാൻ പോകുന്നത്. ഇനി വരാൻ പോകുന്ന മിനിമം 1/4 നൂറ്റാണ്ടെങ്കിലും ഒരു ചർച്ചയ്ക്ക് പോലും സ്കോപ്പില്ലാത്ത വിധം അരകൾക്ക് ഡോമിനേഷൻ കിട്ടും അങ്ങനെ സംഭവിച്ചാൽ. ഇത് കേവലം ബ്രസീൽ ഫാൻസിന്റെ കണ്ണിൽക്കടിയായി കാണാതെ മറ്റുള്ള ഫാൻസുകാർ കൂടി തങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്യുക. മുട്ടയാണ് രസം. മുട്ടയെങ്കിൽ മുട്ട, നേർച്ചയെങ്കിൽ നേർച്ച, കൂടോത്രമെങ്കിൽ കൂടോത്രം. നമ്മളോട് സഹകരിക്കുമെന്ന് തോന്നുന്ന എല്ലാ ദൈവങ്ങളുടെയും സഹകരണം തേടുക. ബദ്രീങ്ങളെ, മമ്പറം തങ്ങന്മാരെ. ഇതൊരു ബ്രസീൽ ആരാധകന്റെ കുറിപ്പാണ്. കേൾക്കുന്നത് 86 ശേഷം 36 വർഷം ഈ കൂടോത്രവും മുട്ടയിലും ഫുട്ബോൾ കാലുകൊണ്ട് കളിക്കേണ്ട ഗെയിം കൈ കൊണ്ടടിച്ചിട്ട് ദൈവത്തിന്റെ കൈയാണെന്നൊക്കെ പറഞ്ഞ് ഗോൾ അടിച്ചൊരു ചരിത്രമുണ്ട്. അതിന് പിന്നാലെ നൂറ്റാണ്ടിന്റെ ഗോൾ. അപ്പൊ കൂടോത്ര പത്രം എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾക്കും പറയാനുണ്ട്. അത് 86 കളി. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അത് ഇതേപോലെ ആസ്ട്രേലിയ സ്റ്റേഡിയം തന്നെയായിരുന്നു അല്ലേ? 78 അവരുടെ ആരോപണങ്ങൾ മാത്രമാണ്. ശരിയാ.